അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ. നമ്മൾ ആ ചെയ്യുന്ന ഇബാദത്തുകളുടെയൊക്കെ ഫലം കൊണ്ട് അള്ളാഹു താല എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ഇന്ന് ശനിയാഴ്ച, ഇന്നത്തെ മഗ്രിബോട് കൂടിയാണ് അവർക്ക് ബറാഅത്ത് രാവ് പ്രവേശിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്. അവരൊക്കെ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പ്രവാസികളായ മുഴുവൻ ആളുകളുടെയും എല്ലാ സഹോദരന്മാരുടെയും സഹോദരങ്ങളുടെയും ജീവിതത്തിൽ ഖൈർ കൊടുക്കട്ടെ, എല്ലാവിധ സമാധാനവും കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് മഗ്രിബോട് കൂടി ഗൾഫിലുള്ള ആളുകൾക്ക് ബറാഅത്ത് രാവ് പ്രവേശിക്കുന്നു. നാളെ ഞായറാഴ്ച പകലാണ് അവർക്ക് ബറാഅത്ത് നോമ്പ്. നമുക്ക് നാളെ ഞായറാഴ്ച മഗ്രിബോട് കൂടി ബറാഅത്ത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മറ്റന്നാൾ തിങ്കളാഴ്ച പകലാണ് നമുക്ക് ബറാഅത്തിൻ്റെ നോമ്പുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ബറാഅത്ത് രാവാണ്. ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവ് വരുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ പരമാവധി നമ്മുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുക. മറ്റുള്ളവർക്ക് കൂടി ഈ മജ്‌ലിസിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അള്ളാഹു തആല എളുപ്പത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, +1 +2 ഡിഗ്രി ഒക്കെ എഴുതുന്ന, SSLC പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് മക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയിൽ പരീക്ഷ നടക്കുന്നവർ നടന്നു കഴിഞ്ഞു, അള്ളാഹു തആല ഉന്നതമായ വിജയം കൊടുക്കട്ടെ. ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ശഅബാൻ മാസത്തിൻ്റെ 1-ാമത്തെ ദിനം മുതൽ ബറാഅത്ത് രാവ് വരെ ഒരു മനുഷ്യൻ ഈ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് വലിയ നേട്ടമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്, അവൻ്റെ ദുആക്ക് ഇജാബത്തുണ്ട്, അവനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവിയുണ്ട് എന്നൊക്കെ പല റിവായത്തുകളിൽ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് 15 പ്രാവശ്യമാണ് ഓതേണ്ടത്. നമുക്ക് ബറക്കത്തിനായി ഒരു 2 പ്രാവശ്യം സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യാം. ബാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമയം പോലെ ആ 8 ആയത്തുകൾ ഓതി തീർക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതാൻ പോവുകയാണ്. എല്ലാവരും കൂടെ ഓതുക. ഇനി ഓതാൻ പറ്റാത്ത മെൻസസ് ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് കൂലിയുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. അൽഹംദുലില്ലാ, ഒരു വട്ടം നമ്മൾ സൂറത്ത് ദുഖാനിന്റെ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. രണ്ടു വട്ടം നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്ത് ദുഖാനിന്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ഓതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ സമയം പോലെ ഓതി തീർക്കുക 13 പ്രാവശ്യം. ഇനി നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് അവസാനം ദുആരക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ, പരിശുദ്ധമായ ശഅബാൻ മാസം സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. നമുക്കൊക്കെ ഒരുപാട് സ്വലാത്ത് അറിയാം, ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരിത്തരുന്ന, തീയിൻ്റെ വേഗതയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന, ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സ്വലാത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ആകാശ ഭൂമികളുടെ ഇടയിൽ നിന്നും എന്തെല്ലാം ഷർബല മുസീബത്തുകൾ വരാനുണ്ടോ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും ആപത്തുകളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ മുത്തു റസൂല് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാത്തരം ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന അത്ഭുത ദിക്ർ. നമ്മളൊക്കെ സാധാരണ ഇത് ഹദ്ദാദ് റാത്തീബിലൊക്കെ പറയാറുള്ള ദിക്റാണ്. നമുക്ക് ഈ ദിക്ർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ വിഷജന്തുക്കളെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, അതുപോലെ ആക്സിഡന്റുകളെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറഞ്ഞാലോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിൽ 1000 വർഷത്തെ പുണ്യങ്ങൾ നമുക്ക് വാരിക്കോരി നേടാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും മഹത്വമുള്ള ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ദിക്റുകളുടെ രാജാവ് അതാണ്. അപ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വാക്കുകൾ കൂടി ചേർത്താൽ അത് 1000 വർഷത്തെ പുണ്യങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ തന്നെ നമുക്ക് നേടിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ഒന്നിച്ച് കുറച്ച് വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. لا إله إلا الله
لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين لا إله إلا الله لا نعبد إلا إياه مخلصين له الدين. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഇസ്മുകളിൽ ഇസ്മുൽ ആളം, ഉന്നതമായ പേര്, അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആളം പറഞ്ഞിട്ട് ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇസ്മുൽ ആളമാണെന്ന് പരിചയപ്പെടുത്തിയ 2 ഇസ്മുകൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. യാ ലത്തീഫു യാ ഖാദിറു യാ അല്ലാഹ് 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 യാ ലത്തീഫു യാ ഖാദിറു യാ അല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നിത്യമായി ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അറിഞ്ഞും അറിയാതെയും, ചെറുതും വലുതും, രഹസ്യവും പരസ്യമായും, ഒറ്റക്കും കൂട്ടായും ഒക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാറൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുലേക്ക് നമുക്ക് പറയാൻ പറ്റിയ വലിയൊരു തൗബയുടെ വാക്കുണ്ട്. ആ വാക്കാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. നമുക്കിതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് അല്ലാഹുവേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഈ ദിക്റിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കൊക്കെ കൊടുക്കണേ എന്നും നമുക്ക് മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി ഈ ദിക്ർ പറയാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദിക്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. غفرانك ربنا وإليك المصير 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 غفرانك ربنا وإليك المصير
غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير غفرانك ربنا وإليك المصير. നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. സ്വർഗത്തിൽ വെറുതെ കിടക്കലല്ല, ഉന്നതമായ പദവിയിൽ കടക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടന്നാൽ അവനെ അല്ലാഹു തആല അഭിവാദ്യം ചെയ്യുന്നത് പല രൂപത്തിലാണ്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് യാസീനിൽ സ്വർഗ അവകാശികൾക്കുള്ള അഭിവാദനങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു അഭിവാദനം നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമുക്ക് അത് പറയാനും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി അത് പറയാനും അവസരം കിട്ടുമെന്നാണ്. അതായത് സ്വർഗത്തിൽ കടക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു ആയത്താണ്. അത് ആയത്താണെങ്കിൽ പോലും ഉമ്മമാർക്ക് സഹോദരിമാർക്ക് നിസ്കാരമില്ല എങ്കിൽ അതൊരു ദിക്റാണെന്ന് നമുക്ക് മനസ്സിൽ കരുതിയിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമുക്കത് പറയാം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇത് നമ്മൾ പറയുന്നത് ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിലേക്ക് ഇപ്പോൾ ശഅബാൻ മാസമാണ്, ഇനി വരുന്ന റമളാനിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്ർ അത് ഇസ്തിഗ്ഫാറാണ്. ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ഒന്നിച്ച് നമുക്ക് പറഞ്ഞാലോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
العظيم من كل ذنب وأتوب إليك أستغفر الله 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 العظيم من كل ذنب وأتوب إليك. പരിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞു. ശഅബാനിലാണ് നമ്മൾ ഉള്ളത്. റജബ് മാസത്തിൽ തൊട്ടേ നമ്മൾ ദ്വാരക്കുന്ന ഒരു ദ്വായുണ്ട് ബറക്കത്തിന് വേണ്ടി. അപ്പോൾ റജബ് മാസം കഴിഞ്ഞു, ഇനി ആ ദ്വാ വേണ്ട എന്നല്ല, ഇനിയും ആ ദ്വാ വേണം. അപ്പോൾ റജബ് മാസത്തിലെ ബറക്കത്തുകൾ നിലനിന്ന് കിട്ടാനും വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നേടിയെടുക്കാനും റമളാനിലേക്ക് എത്തി റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും മുത്ത് റസൂല് പഠിപ്പിച്ച ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് നല്ല മനസാന്നിധ്യത്തിൽ പറയുക. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ മജ്ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ارحم والدينا كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أرحم الراحمين يا ربي ലോകരക്ഷിതാവായ റഹ്മാനെ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ തസ്ബീഹിന്റെ, ഞങ്ങളുടെ തക്ബീറിന്റെ, ഞങ്ങളുടെ സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ, ദുആഇന്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായി, രഹസ്യവും പരസ്യവുമായി, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹുവേ. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. മറ്റുള്ളവരെ ഉപദ്രവിച്ചവരാണ്, മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞവരാണ് റഹ്മാനെ. നിന്റെ ഇബാദത്തുകളിൽ പോരായ്മകൾ വരുത്തിയവരാണ്. എല്ലാം നീ സബൂറാക്കണേ അല്ലാഹ്. എല്ലാം നീ ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദരിമാര്, ഉമ്മമാര്, ഭർത്താവ് മരണപ്പെട്ടു പോയവരാണ്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഭാര്യ മരണപ്പെട്ടു പോയിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മാതാപിതാക്കൾ ഖബറിലാണ്, മക്കള്, സഹോദരി സഹോദരന്മാര് റഹ്മാനെ. മരണപ്പെട്ട എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾക്കുണ്ട് അല്ലാഹുവേ. എല്ലാം നീ സലാമത്താക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും ഞങ്ങളോട് ദുആ വസിയത്ത് പറയുന്നത് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അല്ലാഹുവേ അറ്റാക്ക് പോലെ, കിഡ്നിക്ക് പ്രോബ്ലം പോലെ ഒരുപാട് പ്രതിസന്ധികളകപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, ശരീരത്തിൽ ചെറിയ തടിപ്പുകൾ കണ്ടത് കുത്തിയെടുത്തിട്ട് അല്ലാഹുവേ പടച്ചവനെ ടെസ്റ്റിന് അയച്ച ആളുകളുണ്ട് റഹ്മാനെ. ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്, വേദനിപ്പിക്കല്ലേ റഹ്മാനെ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാര്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യങ്ങളും നീ സലാമത്തും ബറക്കത്തും ഏറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. ലോക മുസൽമാനെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, അഭിമാനത്തിലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ മാസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്, നോമ്പ് പിടിച്ചവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്, തസ്ബീഹ് പറഞ്ഞവരാണ്, സ്വതക കൊടുത്തവരാണ്, ഖുർആൻ ഓതിയവരാണ് റഹ്മാനെ. ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ നല്ല പ്രവൃത്തി നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുത്ത് റസൂലിന്റെ റൗള കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, മക്കളൊക്കെ കഞ്ചാവിന്, മയക്കുമരുന്നിന് അടിമകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാഹ്. മക്കൾ കാരണം സന്തോഷിക്കുന്നവരിൽ, മാതാപിതാക്കളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലാഹു. ഞങ്ങളുടെ മക്കളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പലരുടെയും വീട് പണി നടക്കുകയാണ്, നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിജയത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്, ടെൻഷൻ മാറ്റി നൽകണേ അല്ലാഹ്, മാനസികമായ പിരിമുറുക്കങ്ങൾ മാറ്റണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, എല്ലാ ഖൈറാത്തുകളും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകണേ അല്ലാഹ്.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته.